വാ കൈ വാ ഇത്ര തിന്നാൻ കൊടുത്തിട്ട് നമ്മക്കൊന്ന് കിട്ടുന്നില്ല. വാ അതൊന്നും പോന്നേ. എടുത്തേക്ക് പോന്ന്. എത്ര കാലം മുത്തു ഇതിനെല്ലാം പോയിട്ട് അങ്ങനെ നടക്കുന്നു. ഓരോന്ന് ഒറീസന്ന് ആസാമിൽ കൊണ്ടുവന്നിട്ട് നമ്മക്ക് പിന്നെ വേറെ എന്താ അറിയില്ല. നമുക്ക് ഈ പണിയെല്ലാം അറിയൂ. രാവിലെ മുതൽ തുടങ്ങുന്നില്ല നമ്മളില്. എന്നിട്ടെന്താ കിട്ടുന്നത്? ആകെ ഒരു 400 റുപ്യ. ഇനി ഈ വണ്ടിയിൽ വെറുതെ കയറ്റാൻ കഴിയുമോ? ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും കയറ്റോ? അവിടുന്ന് കൊണ്ടുവരുന്ന ചെലവ് എണ്ണ പൈസ ഇടാൻ മുതലാകുന്നില്ല. ഉള്ളിയായിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ എന്ത് വേറെ നമ്മക്ക് വേറെ പണി വേണ്ടേ? എന്താ പോണേ? എന്താണ് ഇങ്ങനെ പ്രശ്നം? പ്രശ്നേ ഉള്ളൂ. വണ്ടി കാലിയായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാ പ്രശ്നം. അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. വീടിന് അടുത്തേക്ക് സാധനം കൊണ്ട് പോയാൽ മതില്ലേ? കേരളത്തില് നല്ലൊരു ബിസിനസ് ഉണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റിയ. നോക്കുന്ന നല്ല ലാഭിക്കും. എന്നാ പറ, എന്താ ബിസിനസ്? നിങ്ങൊരു കാര്യം ചെയ്യും. ഇവിടെ കൊറേ നായുണ്ട്. ആ നായിനെല്ലാം ഇങ്ങനെ വണ്ടിയിൽ കയറ്റാന്, എന്നിട്ട് നാഗാലാൻഡിൽ കൊണ്ടുപോവാന്. വീഗാലാൻഡ് അല്ല, നാഗാലാൻഡ്. ഇവിടെ മുത്തു, അത് നല്ലൊരു ഐഡിയ അല്ലടാ. നായ്ക്കളെ കംപ്ലീറ്റ് പിടിച്ചിട്ട് നാഗാലാൻഡിലേക്ക്. അടുത്ത എല്ലാവർക്കും പട്ടികളെ ഭയങ്കര ഇഷ്ടാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കയറ്റി അയക്കാനും ബിസിനസ്സും ആയി. ഇവിടുത്തെ നായിന്റെ ശല്യം തീരും ചെയ്യും. ജനങ്ങളും ഹാപ്പി. നോക്കുന്ന അവിടെ തിരിച്ചു വരുമ്പോ നമുക്ക് പോത്തിന് എടുക്കാം. അതാണ് ലാഭം. അതാകുമ്പോ എണ്ണ പൈസയും കിട്ടും. ഇവിടുത്തെ പട്ടിശല്യം തീർന്നും കിട്ടും. ഇവിടുത്തെ നാട്ടാർക്കും എല്ലാവർക്കും ഒരു ഗുണവും ചെയ്യും. സംഭവം പൊളിയാട്ടാ. ഒരു കൈ നോക്കിയാലോ നമുക്ക്. എപ്പം നോക്കിന്ന് പറഞ്ഞ പോരെ. കാണാൻ നല്ല എന്റെ ഐഡിയ പൊളിച്ചു പോണേ.